ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ സ്പിരിച്വൽ ഡോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെ സാധിക്കാം, അല്ലെങ്കിൽ അതിനെങ്ങനെ ഫലം ഉണ്ടാക്കിയെടുക്കാം, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെ നടത്തിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്കെങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ നടത്തിയെടുക്കാം. നമ്മുടെ ജീവിത രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാം. നമ്മളെപ്പോഴും സംശയത്തോടെയാണ് ഓരോ കാര്യങ്ങളും നോക്കിക്കാണുന്നത്, അല്ലേ? നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും, അയ്യോ ഇത് നടക്കുമോ എന്ന് നമ്മൾ തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? എപ്പോഴും നമ്മൾ നമ്മുടെ പ്രാർത്ഥന നടക്കുമോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ല, അങ്ങനെയല്ലേ അതിനർത്ഥം? അതായത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ കൊണ്ട് ബലം പ്രയോഗിച്ച് ചെയ്യിപ്പിക്കാൻ നോക്കിയാൽ, എന്തെങ്കിലും ഒരു ആവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം ചെയ്യിപ്പിക്കാൻ നോക്കിയാൽ അത് പരാജയപ്പെടും. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ബലം പ്രയോഗിച്ച്, അതായത് കൂടുതൽ സ്ട്രെയിൻ കൊടുത്ത് ചെയ്യിപ്പിക്കാൻ നോക്കിയാൽ അത് നടക്കില്ല. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളില്ലേ, എപ്പോഴും നമ്മൾ ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. കാര്യങ്ങളൊക്കെ വഷളായിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും നമ്മൾ പറയാറില്ലേ, എല്ലാ കാര്യങ്ങളും വഷളായിക്കൊണ്ടിരിക്കുക, എനിക്കൊരിക്കലും ഉത്തരം ലഭിക്കില്ല, അങ്ങനെ പറയാറില്ലേ? എനിക്കതിനൊന്നും ഉത്തരം ലഭിക്കില്ല. എപ്പോഴും നമ്മൾ പറയാറില്ലേ ഈ ഒരു സെൻറ്റൻസ്? എപ്പോഴും പറയാറില്ലേ? ഞാൻ ഒരു വഴിയും കാണുന്നില്ല, ഇതും പറയാറില്ലേ? അതേപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, അങ്ങനെ നമ്മൾ പറയാറില്ലേ? ഇതേപോലുള്ള കുറേ സെൻറ്റൻസ് ഉണ്ട് നമ്മൾ ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണിത്. അതായത് ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക, ഇങ്ങനെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇല്ലേ? ഇങ്ങനെയുള്ള വാക്കുകൾ സ്ഥിരം നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഓരോ ദിവസങ്ങളിലും ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളിൽ എത്തിച്ചേരാൻ കഴിയില്ല, ശരിയല്ലേ? അതായത് മനസ്സിനെ ഭയപ്പെടുത്തി ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തി ചെയ്യിപ്പിക്കുക, ഇത് ഭയത്തെയും ഉത്കണ്ഠയെയും ആണ് കൂടുതലായിട്ടും കാണിക്കുന്നത്. ഈ സ്ഥിതിയിൽ പ്രശ്നത്തിന് നമുക്ക് ഉത്തരം ലഭിക്കുകയില്ല, മനസ്സിലായോ? ഭയരഹിതമായ, അതായത് അതായത് സിമ്പിളായിട്ട് നമ്മുടെ മനസ്സിൽ ഭയമൊന്നുമില്ലാതെ വളരെ സരളമായ സ്ഥിതിയിലാണ് പ്രശ്നത്തിന് നമുക്ക് ഉത്തരം ലഭിക്കുന്നത്. അതായത് നമ്മുടെ മനസ്സ് ശാന്തമായി ഇരിക്കുന്ന സമയത്ത് മാത്രമേ ഉപബോധ മനസ്സിലോട്ട്, അതായത് സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഒരാശയത്തെ നമുക്ക് കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ. ആശയത്തെ കടത്തി വിട്ട് കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് അതിനു വേണ്ടി പ്രവർത്തിക്കും, അത് നിങ്ങൾക്കറിയാമല്ലോ. അതായത് നമ്മൾ എപ്പോൾ ശാന്തമായി ഇരിക്കുന്നുവോ അപ്പം മാത്രമേ നമ്മുടെ ആവശ്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്ത് കാര്യങ്ങളും നമുക്ക് ശാന്തമായി ഇരുന്ന് പ്ലാൻ ചെയ്താൽ മാത്രമേ എന്ത് കാര്യങ്ങൾക്കും എന്ത് പ്രശ്നത്തിനും നമുക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളെപ്പോഴും പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് വളരെ ശാന്തമായിട്ട് നമുക്കുള്ളതിന് വേണ്ടി നന്ദി പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഭയങ്കര ശാന്തമാവും. ആ സമയത്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ പറയേണ്ടത്. അപ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര ശാന്തമായിരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുകയും അത് സാധിച്ചു തരാനുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നത്.
ഇതിനൊക്കെ നമുക്കൊരു പ്രത്യേക കഴിവുണ്ട്. നമ്മുടെ മനസ്സിനൊരു പ്രത്യേക കഴിവുണ്ട്. എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സങ്കല്പിക്കാൻ പറ്റും, അല്ലേ? ഇമാജിനേഷൻ. നമ്മളെപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ ഇമാജിൻ ചെയ്തുകൊണ്ടേയിരിക്കണം, സങ്കല്പിച്ചു കൊണ്ടേയിരിക്കണം. നല്ല സ്നേഹമുള്ളതിനെക്കുറിച്ചും നല്ല കാര്യങ്ങളെക്കുറിച്ചും സങ്കല്പിക്കണം. എപ്പോഴും നല്ല ചിന്തകൾ മാത്രം നമ്മളും നമ്മുടെ മനസ്സിൽ കൊടുക്കുക. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സാധിക്കാൻ തുടങ്ങും. പിന്നെയല്ലേ വലിയ വലിയ കാര്യങ്ങൾ. ആദ്യം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ സാധിച്ച് നമ്മുടെ മൈൻഡിനെ അങ്ങനെ ഡെവലപ്പാക്കി കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. അതായത് നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ സങ്കല്പിക്കണം. നല്ല നല്ല സ്നേഹത്തിൻ്റെയും അതേപോലെ നല്ല കാര്യങ്ങളും നമ്മളെപ്പോഴും സങ്കല്പിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പുള്ള ആ മയക്കം വരുന്ന നിമിഷത്തിൽ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീണ്ടും വീണ്ടും ആഗ്രഹം പൂർത്തീകരിച്ചതായിട്ട്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹം നടന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് വേണം നമ്മൾ കിടക്കാൻ. പകൽ മുഴുവൻ നമ്മൾ അറിയാലോ, ഞാൻ പറഞ്ഞു തന്ന പോലെ സമാധാനമായിട്ട്, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠയില്ലാതെ എല്ലാം ആ വഴിക്ക് നടക്കട്ടെ എന്ന് വിചാരിക്കണം. എല്ലാം പ്രപഞ്ച ശക്തിക്ക് വിട്ടുകൊടുക്കുക. അങ്ങനെ നമ്മൾ അപ്പോൾ തന്നെ നമ്മുടെ പകൽ സമയങ്ങൾ നമ്മൾ ഭയങ്കര ശാന്തമായിരിക്കും. അതിനുശേഷം നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചതായിട്ട്, പൂർത്തീകരിച്ചതായിട്ട് സങ്കല്പിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. അങ്ങനെ സമാധാനത്തോടെ ഉറങ്ങുകയും ആനന്ദത്തോടെ ഉണരുകയും ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ കഴിയുക, അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് എങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെ സാധിച്ചെടുക്കാം. അതായത് ഓരോ ദിവസവും അവസാനിക്കുന്നത് ആ ഉറങ്ങുന്ന സമയത്ത്, ആ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചതായിട്ട് വിചാരിക്കുക. അങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങാം. അതിനുശേഷം ആനന്ദത്തോടെ ഉണരുകയും ചെയ്യുക. ഈ രീതിയിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിക്കേ. ഇതേപോലെ വളരെ സമാധാനമായിട്ട് നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങും.